ഹലോ ഗൈസ്, ഗാഡ്ജറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. എപ്പോഴത്തെ പോലെ തന്നെ കുറച്ച് അടിപൊളി കണ്ടുപിടുത്തങ്ങളെയും കുറച്ച് അമേസിംഗ് ആയിട്ടുള്ള ഗാഡ്ജറ്റുകളെയും നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റ് വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇത്തരത്തിലുള്ള അമേസിംഗ് ഗാഡ്ജറ്റുകൾ നിങ്ങൾക്ക് ഓൺലൈൻ സൈറ്റുകളായ ആമസോൺ പോലെയുള്ള സൈറ്റുകളിൽ നിന്ന് വാങ്ങാനും പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. ഗൈസ്, നമ്പർ 1 ആർക്ക് ലൈറ്ററാണ്. നമ്മുടെ വീട്ടിലൊക്കെ തീ എത്തിക്കാൻ വേണ്ടി തീപ്പെട്ടികൾ ഉപയോഗിക്കുമ്പോൾ അതിൽ പലപ്പോഴും തീ കത്താതെയും പല അപകടങ്ങളും വരുത്താറുണ്ട്. എന്നാൽ അങ്ങനെയുള്ളപ്പോൾ വീട്ടിലെ പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ലൈറ്റർ തന്നെയാണിത്. ഇത് യൂസ് ചെയ്യുന്നതും വളരെ എളുപ്പം തന്നെയാണ്. ഇതിലൊരു സ്ലൈഡറുണ്ട്. അത് സ്ലൈഡ് ചെയ്തിട്ട് ഇതിലെ ഓൺ ബട്ടണിൽ ഞെക്കിയാൽ മാത്രം മതി ഇത് വർക്ക് ചെയ്യാൻ. ഇത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈസിയായി കൊണ്ടുപോയി ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് ചാർജ് ചെയ്യുന്നത് ഒരു USB കേബിളിൻ്റെ സഹായം വഴിയാണ്. സിമ്പിളായിട്ട് പ്ലഗ് ഇൻ ചെയ്താൽ മാത്രം മതി ഇത് ചാർജ് ആവാനായിട്ട്. ഒരു LED ലൈറ്റ് ചാർജിങ് സ്റ്റാറ്റസ് ബ്ലിങ്ക് ലൈറ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് കിച്ചണിലും ട്രാവൽ ചെയ്യുമ്പോഴുമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ഗാഡ്ജറ്റ് ലൈറ്റർ തന്നെയാണിത്. നമ്പർ 2 പ്രിങ്കർ. ഇതൊരു അൾട്രാ പോർട്ടബിൾ ഡിവൈസ് ആണ്. നിങ്ങളുടെ ബോഡിയിലൊക്കെ ടാറ്റൂസ് ഇൻസ്റ്റൻ്റായിട്ട് അടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഗാഡ്ജറ്റ് ഉപയോഗിക്കാം. ഇത് യൂസ് ചെയ്യുന്നതും വളരെ സിമ്പിളാണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോണുമായി ഈ ഡിവൈസ് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിലുള്ള ഇമേജസ് അല്ലെങ്കിൽ സ്റ്റിക്കർ ഒക്കെ ഇതിലേക്ക് സെൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രോയിങ്ങിൽ ഡിസൈൻ ചെയ്ത സ്റ്റിക്കേഴ്സ് ആയാലും ഡൗൺലോഡ് ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആയാലും നിങ്ങളുടെ ബോഡിയിൽ പെർമനൻ്റ് ആയിട്ട് ടാറ്റു അടിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ കൂടെ ഒരു കോസ്മെറ്റിക് കിറ്റുമുണ്ട്. അത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ടാറ്റു അടിച്ചിട്ട് അത് വാട്ടർ പ്രൂഫായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ, അത് മാഞ്ഞു പോകാതെ നിൽക്കണമെങ്കിൽ നിങ്ങൾ ഈ കോസ്മെറ്റിക് സെറ്റിൽ നിന്നും ഇങ്ക് ഉപയോഗിച്ച് അവിടെ വാഷ് ചെയ്യണം. അപ്പോൾ അതൊരു പെർമനൻറ്റ് ടാറ്റു ആകും. ഒരു ചെറിയ സൈസിലുള്ള ഗാഡ്ജറ്റ് തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്കിത് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്തുകൊണ്ട് പോകാം. ഈ പ്രിങ്കർ ഗാഡ്ജറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. നമ്പർ 3 LED സ്റ്റിക്ക് ഫിഗേഴ്സ്. ഗായ്സ്, LED ലൈറ്റ് കൊണ്ടുള്ള ഈ ഗാഡ്ജറ്റ് ഒരു ഫണ്ണി ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഫിഗേഴ്സുകളിൽ ബ്രൈറ്റും ഷാർപ്പുമായിട്ടുള്ള LED ലൈറ്റ്സ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. രാത്രിയിലൊക്കെ ഈ ലൈറ്റ് കോസ്റ്റ്യൂംസ് ഇട്ടുകൊണ്ട് നടന്നാൽ വളരെ ഫണ്ണിയും അതുപോലെ വിചിത്രമായ രൂപങ്ങളായിട്ട് നമുക്ക് തോന്നിപ്പോവുകയും ചെയ്യും. പല അമേസിംഗ് ആയിട്ടുള്ള LED ഫേസസ് ആണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കൂടാതെ കാർട്ടൂൺസൊക്കെ കാണുന്ന പോലെ ഒരു ഫീൽ കിട്ടുകയും ചെയ്യും. മൊത്തത്തിൽ നല്ല ഒരു യുണീക്കും ഫണ്ണിയുമായിട്ടുള്ള ഗാഡ്ജറ്റ് തന്നെയാണിത്. ഈ കോസ്റ്റ്യൂംസ് ഇട്ടുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷൻസിനും പാർട്ടിക്കുമൊക്കെ പോയാൽ നിങ്ങളായിരിക്കും അവിടുത്തെ മെയിൻ അട്രാക്ഷൻ. നിങ്ങൾ ഇത്തരത്തിലുള്ള ഫണ്ണി ഗാഡ്ജറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഇത് വാങ്ങണം. നമ്പർ 4 ഒലി. ഇതൊരു സ്മാർട്ടായിട്ടുള്ള റോബോട്ടാണ്. ചെറിയ സൈസിലുള്ള വീൽസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. മറ്റ് ടോയ് ഗാഡ്ജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് നല്ല സ്പീഡും അതുപോലെ തന്നെ റഫും അൺഈവനായിട്ടുള്ള സർഫസുകളിൽ സ്മൂത്തായിട്ട് ഓടുകയും ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ റേസിങ്ങിനും ഫൈറ്റിനുമൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ടോയ് ഗാഡ്ജറ്റ് തന്നെയാണിത്. ഇത് മൂവ് ചെയ്യുന്ന കാണാനും ഒരു അടിപൊളി ലുക്കും ഫീലും തന്നെയാണ് നമ്മൾക്കത് കാണുമ്പോൾ. ട്രഡീഷണലായിട്ടുള്ള റിമോട്ട് കൺട്രോൾ കാർസും ടോയ്സും ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതൊരു വേറെ ലെവൽ ഗാഡ്ജറ്റ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ടോയ് റോബോട്ട് ഗാഡ്ജറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്പർ 5 ഇൻവിസിബിൾ ക്ലോക്ക്. ഗായ്സ്, ഹാരി പോട്ടർ മൂവീസിൽ ഇൻവിസിബിൾ ക്ലോത്ത് ഉപയോഗിച്ച് വാനിഷ് ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ റിയൽ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചാൽ എങ്ങനെ ഉണ്ടാകും? എങ്കിൽ റെഡി ആയിക്കോളൂ. ഫസ്റ്റ് നമ്മൾ ഈ ഗാഡ്ജറ്റിൻ്റെ ഒഫീഷ്യൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് ഈ ക്ലോത്ത് എടുത്ത് നമ്മുടെ ബോഡിയിലിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്താൽ മാത്രം മതി നമ്മൾ ഇൻവിസിബിളായി പോകാൻ. നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് പറ്റിക്കാൻ പറ്റിയതും എൻ്റർടൈൻമെൻ്റ് ആയ ഒരു ഗാഡ്ജറ്റ് തന്നെയാണിത്. സയൻസും ടെക്നോളജിയുടെയും സീക്രട്ട് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നിങ്ങൾ ഇത്തരത്തിലുള്ള ഫണ്ണി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഗാഡ്ജറ്റ് ഇഷ്ടമാകും. ഇന്ന് കണ്ട 5 ഗാഡ്ജറ്റുകളിൽ ഏത് ഗാഡ്ജറ്റാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള അമേസിങ്ങും പുതിയ ഇൻവെൻഷൻസുമായിട്ടുള്ള ഗാഡ്ജറ്റ് വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.